സംസ്ഥാന ബജറ്റിൽ കല്യാശ്ശേരി മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് പ്രത്യേക പരിഗണനയാണ് സർക്കാർ നൽകിയതെന്ന് എം വിജിൻ എംഎൽഎ. മണ്ഡലത്തിൽ വിവിധ പദ്ധതികൾക്കായി 54.89 കോടി രൂപയാണ് അനുവദിച്ചത്. പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമായ പഴയങ്ങാടി വാടിക്കൽ കടവ് മാട്ടൂൽ റോഡിന് 2 കോടിയും താവം പുഴയോരം റോഡിന് 90 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. ഇരു റോഡിന്റെയും അവസ്ഥ കണ്ണൂർ വിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കയറ്റിയിൽ ഫാം റോഡിന് 1 കോടി രൂപ, ചെറുകുന്ന് കണ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിൽ ഉപ്പുവെള്ള പ്രതിരോധ പദ്ധതിക്ക് 1,50 ലക്ഷവും, ഇരണാവ് പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന് 50 ലക്ഷം രൂപയും, ഏഴോം GMUP സ്കൂൾ കെട്ടിടത്തിന് 1 കോടി, കല്യാശ്ശേരി മണ്ഡലം ആർട്ട് ഗാലറിക്ക് 50 ലക്ഷം, പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റുമായി 15,58 ലക്ഷം രൂപയും, മാടായി ക്ഷേത്രകലാ അക്കാദമിക്ക് 20 ലക്ഷം തുടങ്ങി കല്യാശ്ശേരി മണ്ഡലത്തിൽ 54,89 ലക്ഷം രൂപയാണ് ബജറ്റിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് പ്രത്യേക പരിഗണനയാണ് ലഭിച്ചതെന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ കല്യാശ്ശേരിയുടെ വികസനത്തിന് വലിയ പിന്തുണ കൂടിയാണ് നൽകിയത്. നമുക്ക് ബജറ്റിൽ 54.89 കോടി രൂപയും അതോടൊപ്പം തന്നെ CRF-ൽ 35 കോടി രൂപയുടെ പദ്ധതിയുമാണ് നമുക്ക് അനുവദിച്ചത്. അതോടൊപ്പം തന്നെ CRF-ൽ പ്ലാത്രം മുതൽ തോട്ടംകടവ് വഴിയുള്ള ഒരു പ്രൊജക്റ്റ് കൂടി അനുവദിച്ചിട്ടുണ്ട് കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലത്തിൽ. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ പ്ലാത്രം മുതൽ കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ ഭാഗം പൂർണ്ണമായും BMBC നിലവാരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും സമഗ്രമായ മുന്നേറ്റത്തിൽ തന്നെയാണ് കല്യാശ്ശേരി ഓരോ രംഗത്തും. അത് കൂടുതൽ കരുത്തുറ്റതാക്കാൻ നേരത്തെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ 9 അത്യാധുനികമായ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ടുകളുടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലും 2 ഗ്രൗണ്ടുകൾക്ക് തുക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് കടന്നപ്പള്ളിയിലാണ് EMS സ്റ്റേഡിയത്തിനും, അതോടൊപ്പം തന്നെ ഇരണാവിലും 2 സ്റ്റേഡിയങ്ങൾക്ക് ഇതിലും വെച്ചിട്ടുണ്ട്. 11 ഗ്രൗണ്ടുകൾ വീണ്ടും അതിൻ്റെ ലിസ്റ്റിലേക്ക് എത്തിപ്പെടുകയാണ്. പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.